ഫിലിം ലൊക്കേഷൻ ഡ്രഗ് യൂസേജിന്റെ ഇഷ്യൂ കംപ്ലൈന്റ്സ് കുറെ കൂടുതലുണ്ട്. ഷാഡോ പോലീസിംഗ് ഇംപ്ലിമെന്റ് ചെയ്ത് അതിപ്പം ഫോളോ ചെയ്ത് പോകുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് ഉണ്ട്. നമ്മുടെ ആൻറ്റി നാർക്കോട്ടിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. നമ്മുടെ നമ്പർ ഓഫ് കേസസും പിന്നെ ക്വാണ്ടിറ്റി ഒക്കെ പിടിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ്ഡ് ഫീൽഡാണ്. അപ്പം അതിനകത്ത് എന്താണ് പബ്ലിസിറ്റി ഒരുപാടുണ്ട്. പക്ഷേ നമ്പർ ഓഫ് യൂസേഴ്സ് ആസ് എ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് വെരി ലെസ്. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫിലിം ആക്ടേഴ്സ് എന്ന് പറയുന്നത് എത്ര പേര് കാണും? രജിസ്റ്റേർഡ് ഫിലിം ആക്ടേഴ്സ് ഈ ഇവിടെ അസോസിയേഷനിൽ എത്ര പേരാണുള്ളത്? ഈവൻ ദാറ്റ് നമ്പർ വെൻ കമ്പയർഡ് ടു ദ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ നമ്പർ. എന്താണ് ഇതിന് പബ്ലിസിറ്റി ആംഗിൾ എന്ന് പറയുന്നത് ഫിലിം ഫീൽഡിൽ ഉള്ളത് കൊണ്ട് ഭയങ്കര പബ്ലിസിറ്റി ആംഗിൾ ഒരു ആംഗിൾ വൈസ് ഉണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കൊറോളറി എന്ന് പറയുന്നത് ഇപ്പം ഗോൾഡ് സ്മഗ്ലിംഗ് തന്നെ എടുത്തു നോക്കുക. എന്തുകൊണ്ടാണ് ഗോൾഡ് സ്മഗ്ലിംഗ് ഇത്രയും നടക്കുന്നത്? ദർ ഇസ് ഹ്യൂജ് ഡിമാൻഡ് ഫോർ ഗോൾഡ്. ഇപ്പോൾ ഡിമാൻഡ് ഉള്ളിടത്തോളം കാലം സപ്ലൈ വിൽ കം ഇൻ വൺ ഫോം ഓർ അതർ. പിന്നെ നമ്മുടെ സൈഡിൽ മാക്സിമം നമ്മൾ സപ്ലൈ സൈഡ് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഡിമാൻഡ് സൈഡിൽ ഹിറ്റ് ചെയ്യാതെ ഇതിനൊരു ബാലൻസോ ഒരു സൊല്യൂഷനോ ഒരു പെർമനൻറ്റ് സൊല്യൂഷനോ ലോങ് ടേം സൊല്യൂഷനോ ഒരിക്കലും വരുന്നില്ല. അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായി നമ്മൾ ഈ അവയർനെസ് പ്രോഗ്രാംസും പരിപാടിയും ചെയ്തിട്ടും ഇത്രയും ഡിമാൻഡ് വർദ്ധിക്കുന്നു, യൂസ് കൂടുന്നു? അപ്പോൾ നമ്മൾ ഡിമാൻഡ് സൈഡിൽ ഹിറ്റ് ചെയ്യണം. ഇപ്പോൾ കമ്പയർഡ് ടു ബാംഗ്ലൂർ ഓർ ന്യൂഡൽഹി, ഇവിടുത്തെ ഡ്രഗ് പ്രൈസ് സ്ട്രീറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 8 or 10 times ആണ്. ഇപ്പോൾ ഒരു LSD സ്റ്റാമ്പിന് ബാംഗ്ലൂരിൽ 500 രൂപയാണ്. ഇവിടെ എത്ര രൂപയാണ്? 4500 5000 രൂപയാണ് അല്ലേ? അതായത് 10 times ആണ് ഒരു LSD സ്റ്റാമ്പിന്. 1 gram മെത്ത് ബാംഗ്ലൂരിൽ 1000 രൂപയാണ്. എത്ര രൂപയാണ് ഇവിടെ 1 gram മെത്ത്? അറിയില്ല. 5000-6000 രൂപയാണ്. അപ്പം ആ ഒരു മാർജിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജാണ്. അപ്പോൾ ഒരാൾ ഒരു പയ്യൻ ഒരു വ്യക്തി 25,000-30,000 രൂപയോ കടം വാങ്ങി ബാംഗ്ലൂരിൽ പോയി സാധനം എടുത്തുകൊണ്ട് ഇവിടെ വിൽക്കുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപയാണ് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. വൈ? ബിക്കോസ് ദർ ഇസ് ഹ്യൂജ് ഡിമാൻഡ് ആൻഡ് ദിസ് ഡിമാൻഡ് കംസ് ഫ്രം ദിസ് ഗ്രൂപ്പ്, വെൽ എഡ്യൂക്കേറ്റഡ്, വെൽ പെയ്ഡ് യങ്സ്റ്റേഴ്സ് working in the private sector, across the private sector, financially well off youngsters working in the private sector. അതാണ് ഞാൻ പറയുക. IT ആയിരിക്കാം, നോൺ IT ആയിരിക്കാം, ഡോക്ടേഴ്സ് ആയിരിക്കാം, പ്രൊഫഷണൽസ് ആയിരിക്കാം, ലോയേഴ്സ് ആയിരിക്കാം, ആക്ടേഴ്സ് ആയിരിക്കാം. ആ ഒരു ക്രീം ഓഫ് ദ സൊസൈറ്റി ഇൻ പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ ആ ഒരു യങ് ജനറേഷനെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത്, ഇൻക്ലൂഡിങ് IT. അല്ലാതെ IT മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഫിക്കി, CA, BNI എല്ലാവരുമായിട്ട് കൺസൾട്ട് അതിൻ്റെ കൂടെയാണ് GTECും കൺസൾട്ട്. അല്ലാതെ നമ്മൾ IT മേഖല എന്ന് പറഞ്ഞ് ഒരിക്കലും പോയിട്ടില്ല, അല്ലെങ്കിൽ ഫിലിം മേഖല എന്ന് പറഞ്ഞ് പ്രത്യേകം അവരെ മാറ്റി വിട്ടില്ല പ്രൈവറ്റ് സെക്ടറിൽ. ബിക്കോസ് പ്രൈവറ്റ് സെക്ടർ കോൺട്രിബ്യൂട്ട്സ് ടു 97% ഓഫ് ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് വർക്ക് ഫോഴ്സ് ഇൻ ദ കൺട്രി. ആ വർക്ക് ഫോഴ്സിലെ ഏറ്റവും ടോപ്പ് ക്രീമിൽ നിൽക്കുന്നവരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഈ പ്രൈവറ്റ് സെക്ടർ എൻ്റയർ പ്രൈവറ്റ് സെക്ടറിനെ കവർ ചെയ്തുകൊണ്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയത്. ഡിമാൻഡ് സൈഡ് ഡിമാൻഡ് ഹിറ്റ് ചെയ്താൽ നമ്മൾ വർഷങ്ങളായി സപ്ലൈ സൈഡ് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവയർനെസ് ക്യാമ്പയിൻ നടത്തുന്നു, വീണ്ടും കേസുകൾ ബുക്ക് ചെയ്യുന്നു.